രാജാതിരാജാവും കർത്താതികർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ വിശുദ്ധ ദിവസവും നാം കർത്താവിൻ്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്ന ദിവസമാണ്. മരണത്തിനും കല്ലറയ്ക്കും പിടിച്ചു വയ്ക്കുവാൻ കഴിയാവുന്ന സാത്താനും പിശാചിൻ്റെ സൈന്യത്തിനും കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ കാൽവരിയിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസത്തെയാണ് അതിനുശേഷം ക്രിസ്ത്യാനികൾ എല്ലാവരും ശിഷ്യന്മാർ വിശുദ്ധ ദിവസമായി ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇന്ന് പകൽക്കാലവും നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ ജയത്തെ നാം ആഘോഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെയും പരാജയപ്പെടുത്തുവാനും തകർക്കുവാനും ഒക്കെ നിന്ന ആ ഇരുളിൻ്റെ മണ്ഡലത്തെ ജയിച്ച് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് നന്ദി പറയുവാനും സ്തുതിക്കാതിരിക്കുവാനും നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നാം കർത്താവിനെ സ്തോത്രത്തോടുകൂടി ആ കാൽവരിയിലെ ജയത്തെ, കാൽവരിയിൽ കർത്താവ് സാത്താനെ തോൽപ്പിച്ചതും ഒരിക്കലും മറ്റുള്ളവരെല്ലാം കല്ലറയിൽ അടയ്ക്കപ്പെട്ട സ്ഥാനത്ത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നാം ഓർക്കുമ്പോൾ, അതിനെ നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ നാം ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലവും ആ ഒരു ബോധ്യത്തോടുകൂടി നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമുക്ക് വിരോധമായി നിന്ന ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ തകരുകയാണ് എന്നൊരു ഉത്തമ ബോധ്യത്തോടുകൂടി ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ ദിവസത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവമേ, ലോകമെങ്ങും അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തിൽ ദൈവമേ പാട്ടുകൾ പാടുവാൻ, സ്തുതിക്കുവാൻ, വചനം കേൾക്കുവാൻ ഒക്കെ ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്ന ഈ ദിവസം കർത്താവേ, ഞങ്ങളും അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് അടുത്തു വന്ന് സ്വർഗ്ഗസന്നിധിയിലേക്ക് നോക്കുന്ന പശ അങ്ങ് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് ഞങ്ങൾക്കായി മരിച്ച്, കാൽവരിയിൽ മരിച്ച് അവസാനത്തുള്ളി രക്തവും ഞങ്ങൾക്ക് വേണ്ടി ചിന്തി കർത്താവെ ആ കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട് അതിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, അന്ധകാരങ്ങളുടെ മേൽ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളുടെ മേൽ അവിടുന്ന് ദൈവമേ കൈക്കൊണ്ട ജയം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്ക് ഇറങ്ങി വരുവാൻ, ദേഹം ദേഹി ആത്മാവിലൊരു പുതുബലം പ്രാപിക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ, ഒന്നിനും ഞങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ പിശാചും മനുഷ്യനും ഞങ്ങൾക്ക് മേലിടുന്ന പരിധികളെ പൊളിച്ച് കർത്താവെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, കർത്താവെ ദൈവികമായിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാൻ, വചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും, ദേഹം ദേഹി ആത്മാവിലും, കർത്താവെ സാമ്പത്തിക മണ്ഡലത്തിൽ, ആരോഗ്യത്തിൽ, തലമുറകളുടെ കാര്യത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ ദൈവമേ ചുറ്റുപാടുള്ള ശുശ്രൂഷ മണ്ഡലങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ ജയം ഇറങ്ങി വരുവാനായി ഇന്ന് പകൽക്കാലവും ഞങ്ങൾ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഹല്ലേലൂയ, അങ്ങ് മാത്രം കർത്താവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്ന പച്ച സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും യേശു മാത്രം കർത്താവ് എന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുമെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന സകലതും നീങ്ങിപ്പോകട്ടെ കർത്താവെ. ചിലർക്ക് വിരോധമായി ദൈവമേ രോഗക്കിടക്കകളെ പിശാച് എഴുതി വച്ചിരിക്കുമ്പോൾ, ചിലരെ ദൈവമേ സാമ്പത്തിക തകർച്ചകളിൽ കുരുക്കുവാൻ പിശാച് ദൈവമേ കെണികളൊരുക്കി കാത്തിരിക്കുമ്പോൾ, ദൈവമേ കുടുംബങ്ങളിൽ ഭിന്നത വരുത്തുവാൻ, കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതിരിക്കുവാനൊക്കെ പിശാച് പരിശ്രമിക്കുമ്പോൾ, മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച കർത്താവ് ആ ദൈവമേ പിശാചിൻ്റെ ആയുധങ്ങളെ എല്ലാം ഒടിച്ചു കളഞ്ഞ് ദൈവമേ അവിടെ നീ കുഞ്ഞുങ്ങളെ ജയത്തിലേക്ക് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും, അവൻ്റെ ആശ നശിക്കും, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ പ്രിയ മക്കളെ ഉന്നം വച്ചിരിക്കുന്ന, നോട്ടം വച്ചിരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലവും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും ഇവരെ തൊടുവാൻ കഴിയാതെ വണ്ണം അപ്പോൾ ഇവർ ദൈവികമായിരിക്കുന്ന ഒരു സംരക്ഷണ വലയത്തിലായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അഭിഷേക തൈലം ഇവരുടെ മേൽ വീഴട്ടെ. ആ തലമുറകളുടെ മേൽ ദൈവിക അഭിഷേകമുള്ളവനെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ദൈവമേ ഒരു കല്ലുകൊണ്ട് കർത്താവെ എറിഞ്ഞു വീഴ്ത്തിയ ദാവീദിനെ പോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ അഭിഷേക തൈലം ഓരോ പ്രിയ മക്കളുടെ ശിരസിൻ്റെ മേൽ വീഴുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് മുന്നിൽ എന്താണോ ഇവരെ തകർക്കാനായി നിൽക്കുന്നത് അതിനെ തകർക്കുവാൻ ഇവരെ അവിടെ നിന്ന് ആത്മീകമായി ദൈവമേ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാതിരിക്കുന്ന ആ ദൈവിക
പരിച പോലെ കർത്താവെ ദൈവത്തിൻ്റെ പരിചയം വിശ്വാസവും ഇവരിൽ വളരട്ടപ്പ. യേശുവിൻ്റെ നാമത്തിൽ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനും എൻ്റെ മഹത്വവും എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത് പോലെ പ്രിയ മക്കൾക്ക് ചുറ്റും യഹോവയെ അവിടെ നിന്ന് പരിചയമായിരിക്കണമേ. പിശാചി ഏത് തരത്തിൽ ഇവരെ വീഴിക്കുവാൻ നോക്കിയാലും അതിൽ ഇവർ വീണു പോകാതെ ജയിച്ചു നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ. മനുഷ്യരുടെ വാക്കാകുന്ന കൂർത്തുമൂർത്ത അസ്ത്രങ്ങളിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. ഇവർ അതിൽ തളർന്നു പോകരുത് അപ്പച്ച. ജയത്തോടെ നിൽക്കുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ പ്രിയ മക്കളുടെ ചെറുതും വലുതുമായിരിക്കുന്ന ഓരോ ആവശ്യങ്ങൾ, ചില കുഞ്ഞുങ്ങൾ ദൈവമേ അവർ വല്ലാതെ ഭയപ്പെട്ട് കരയുന്നു കർത്താവേ സ്തോത്രം. ഓരോ ദിവസവും ദൈവമേ പല വിഷയങ്ങളിൽ കുഞ്ഞുങ്ങൾ ദൈവമേ ഭാരപ്പെട്ടു പോകുന്നു, കരയുന്ന, പനി വരുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവെ ആ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ചില ദൈവമേ വസ്തുക്കൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതിൻ്റെ മുകളിലുള്ള തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. പൂർത്തിയാകാതെ കിടക്കുന്ന ഭവന പണികൾക്കായി പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ സ്തോത്രം ചെയ്യുന്ന അത്ഭുതകരമായ ഈ ദിവസങ്ങൾ, ആണ്ടുകൾ അവസാനിക്കുന്നതിന് മുന്നമേ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവിടെ നിന്ന് ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ. കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അവിടെ നിന്ന് അത്ഭുതകരമായി വിടുവിക്കണമേ അപ്പച്ച. വേദനകളിൽ ആശ്വാസമാകണമേ കർത്താവെ ദൈവമേ. ഉദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചെസ്റ്റിൽ അനുഭവിക്കുന്ന വേദനകൾ, ഡിസ്കംപ്ലൈൻറ്റുകൾ, ഹല്ലേലൂയ കർത്താവെ ദൈവമേ. ആ അത്തരത്തിലൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ അപ്പ ദൈവമേ. ഫ്ലൂയിഡ് ഇംബാലൻസുകളിൽ നിന്ന് ദൈവമേ പ്രിയമുള്ളവരെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗർ കംപ്ലൈൻറ്റുകൾ നോർമലാകട്ടെ. ബിപിയുടെ വേരിയേഷൻസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ ദൈവമേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദൈവമേ ഡയാലിസിസ് കംപ്ലൈൻറ്റുകളിൽ നിന്ന് വരെ വിടുവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും ദൈവിക സന്തോഷവും കർത്താവെ ഭവനങ്ങളിൽ നിന്ന് പകൽക്കാലവും നിറയുവാനായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ചയും അഭിവൃദ്ധിയും വിശാലതയും ദൈവമേ ഈ പ്രിയമക്കളുടെ അവരുടെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മെ ഫലത്താലും വരങ്ങളാലും നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ട 9 കൃപാവരങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ജ്ഞാനം, പരിജ്ഞാനം, വിവേചനം, അന്യഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം, രോഗശാന്തി, വിശ്വാസം, വീര്യപ്രവർത്തികൾ, ഇങ്ങനെ കാണുന്നതും പറയുന്നതും നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്നതുമായിരിക്കുന്ന കൃപാവരങ്ങൾ. അതിൽ ഏറ്റവും അധികമായി പറയുന്നു പ്രവചനത്തെ തുച്ഛീകരിക്കുക, അതായത് വാഞ്ചിപ്പിൻ, പ്രവചന വരം ലഭിക്കാനായി വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു. പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട് അവരുടെ മുകളിൽ അഭിഷേക തൈലം വീണ് അങ്ങനെ പ്രവാചകന്മാരെയെല്ലാം ദൈവം തിരഞ്ഞെടുത്തിരുന്നു. അതിൽ ഒരു വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു യഹസ്കേൽ പ്രവാചകൻ. യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ അവിടെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അസ്ഥികളുടെ താഴ്വരയിലേക്ക് ഒരിക്കൽ ദൈവം യഹോവ പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. അവനോട് ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു? അവിടെ മുഴുവൻ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ കാണുകയാണ്. ആ താഴ്വരയിൽ മുഴുവൻ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ കാണുന്നു. ആ അസ്ഥികളോട് പ്രവചിക്കാൻ അവിടെയെല്ലാം ചുറ്റി ആ അസ്ഥികളുടെ ഇടയിൽ ചുറ്റി നടന്നതിന് ശേഷം അതിനോട് പ്രവചിക്കുവാനായി പ്രവാചകനോട് പറയും. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചിട്ട് പ്രവാചകനോട് പ്രവചിക്കാൻ പറയുമ്പോൾ പ്രവാചകൻ അധികാരത്തോടുകൂടി ആ താഴ്വരയിൽ നിന്ന് പ്രവചിക്കുമ്പോൾ ആദ്യം യഹോവയുടെ ഒരു കാറ്റ് വരുന്നു. ആ അസ്ഥികളെല്ലാം കൂടിച്ചേരുന്നു. പിന്നീട് എന്താണ്, അതെല്ലാം അതതിൻ്റെ സ്ഥാനത്തേക്ക് വന്നു ചേർന്നു. അതിൽ മാംസം വന്ന് പൊതിഞ്ഞു, ഞരമ്പുകൾ വന്നു, ത്വക്ക് വന്നു. പിന്നെയും കർത്താവ് അതിൻ്റെ മുകളിൽ ജീവശ്വാസം ഊതുമ്പോൾ അത് എഴുന്നേറ്റൊരു സൈന്യമായി നിൽക്കുന്നു. ഹല്ലേലൂയ. പ്രവചനത്തിൻ്റെ അധികാരം അന്ന് ആ പ്രവാചകനിൽ കൂടി സംഭവിച്ച കാര്യം ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കണം. ഹല്ലേലൂയ. പ്രവാചകൻ അസ്ഥി താഴ്വരയിൽ നിൽക്കുമ്പോൾ ചിതറിക്കിടന്ന അസ്ഥികൾ കണ്ടതുപോലെ ഇന്ന് നിങ്ങളുടെ ഭവനത്തിലും പലതും ചിതറിക്കിടക്കുകയാണ്. ഇനി ഇതെല്ലാം കൂട്ടി യോജിക്കപ്പെടുമോ? ആ കുടുംബജീവിതം ശരിയാകുമോ? കുഞ്ഞുങ്ങളുടെ കാര്യം ശരിയാകുമോ? എവിടെയൊക്കെയോ ചിതറിപ്പോയി, എന്തൊക്കെയോ കൈവിട്ടു പോയി എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥകളിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥകളായിരിക്കുന്നുവെങ്കിൽ ആ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവാചകൻ്റെ അധരങ്ങളിൽ കൂടി വന്ന പ്രവചനത്തിൻ്റെ വാക്കുകൾ പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോട് നിങ്ങൾ പ്രവചിക്കുക. രാവും പകലും നിങ്ങൾ അതിനെക്കുറിച്ച് പറയുക. നിങ്ങളുടെ അധരങ്ങളിൽ കൂടി വരുന്ന ശബ്ദത്തിന് ദൈവം ജീവൻ നൽകി ആ വിഷയത്തെ നിങ്ങൾക്ക്
തിരികെ തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സംശയത്തോടുകൂടി അവിശ്വാസത്തോടുകൂടി പലതിനെയും മാറ്റിവെക്കാതെ അസംഭവ്യമെന്ന് മനുഷ്യർ കരുതുന്നതിനെയും നിങ്ങളുടെ അധരത്തിൽ കൂടി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാക്കിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂട്ടിച്ചേർത്ത് തരുവാൻ മറ്റൊരു വ്യക്തിയെ കൊണ്ടല്ല, നിങ്ങളുടെ വായിൽ കൂടി വരുന്ന പ്രവചന വാക്കുകൾ കൊണ്ട് തന്നെ അത് സാധ്യമാക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.